ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECDP അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, പ്രധാനമായിട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുതിയൊരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒന്നുമില്ല, ഇപ്പറയുന്ന PSC എഴുതാനുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 36 വയസ്സ് വരെയായിരുന്നു, അല്ലേ? അത് നമ്മുടെ പുതിയ ഒരു മന്ത്രിസഭാ തീരുമാനത്തിലെ അടിസ്ഥാനത്തിൽ അത് 40 ഉയർത്തിയിട്ടുണ്ടായിരുന്നു, അല്ലേ? 40 വയസ്സായിട്ടത് ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റു വശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തെല്ലാമാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഈ പറയുന്ന പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു മാറ്റം അതെന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന രീതിയിൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ 36 വയസ്സായിരുന്നു അവൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. PSC എഴുതാനുള്ള അവൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന രീതിയിൽ 40 വയസ്സായിട്ട് എന്ത് ചെയ്തു, ഉയർത്തി എന്നുള്ളതാണ് ആദ്യം. രണ്ടാമതായിട്ട് OBC വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് 39 വയസ്സ് എന്നുള്ളത് 43 വയസ്സായിട്ട് എന്ത് ചെയ്തു, ഉയർത്തി. അതുകൂടാതെ തന്നെ SC ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിക്ക് 41 വയസ്സ് എന്നുള്ളത് 45 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 45 വയസ്സായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതിലൂടെ ഈ പറയുന്ന രീതിയിൽ ഒരു ഗുണം ലഭിക്കാൻ പോകുന്നത് ആർക്കാണെന്നുള്ളതാണ് പ്രധാനമായി അറിയേണ്ടത്. ഇതിലൂടെ പ്രധാനമായിട്ടും ഗുണം ലഭിക്കാൻ പോകുന്നത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്കാണ്. അതാരാന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അവൻ ഈ പറയുന്ന പരീക്ഷ തുടങ്ങുന്നത് 18 വയസ്സ് മുതലാണ്. കാരണം ഈ പറയുന്ന PSC എഴുതി തുടങ്ങാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതലാണ്. 36 വയസ്സ് വരെയായിരുന്നു, 40 വയസ്സാകാൻ പോകുന്നു. പ്രധാനപ്പെട്ട ഈ പറയുന്ന നിയമങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഇനി അത് പ്രധാനപ്പെട്ട നിയമമായിട്ടൊക്കെ വരും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അഹോരാത്രം പണിയെടുത്താണ് എന്ത് ചെയ്യുന്നത്, PSCക്ക് വേണ്ടി പഠിക്കുന്നത് എന്നുള്ളതാണ്. പലരും പല ജീവിതത്തിന്റെ പല വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല ഉദ്യോഗാർത്ഥികളും PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? പല പ്രധാനപ്പെട്ട നിമിഷങ്ങൾ വേണ്ടാന്ന് വെച്ച് ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഒരു പറയുന്ന രീതിയിൽ 18 മുതൽ 36 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ 15 വർഷങ്ങൾ കൂടുതൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് എന്നുള്ളതാണ്. ചിലർ ഈ പറയുന്ന പകുതി വഴി വെച്ചായിരിക്കും വരുന്നത്. കാരണം ഈ പറയുന്ന രീതിയിൽ 18 വയസ്സ് കഴിഞ്ഞാൽ 20 വയസ്സ് കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ജോലിയിലേക്ക് കയറി അവിടെ ഈ പറയുന്ന രീതിയിൽ തൻ്റെ കരിയർ ബിൽഡ് ചെയ്ത്, എന്നാൽ അവിടെ അല്ല തന്റെ കരിയർ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം നല്ലൊരു വേതനം എന്ന് പറയുന്നത് PSCയിലാണ്, അല്ലെങ്കിൽ ഇപ്പം ഗവൺമെന്റ് ജോലിയിലാണ് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയൊക്കെ വന്ന് പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളും കാണും. അപ്പൊ ഇത് ഗുണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഗുണം പ്രധാനമായിട്ടും ഉള്ളത് ആർക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന 10-36 വയസ്സ് വരെ ഇരുന്ന് പഠിച്ച് പരീക്ഷകളൊക്കെ ഈ പറയുന്ന രീതിയിൽ 1-2 മാർക്കുകളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ പോയി ഈ പറയുന്ന രീതിയിൽ ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്താകപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ജോലി കിട്ടാത്ത ആളുകളുണ്ട്. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ട് പോലും ഈ പറയുന്ന രീതിയിൽ 1-2 റാങ്കിന്റെ വ്യത്യാസത്തിൽ മറ്റും ഈ പറയുന്ന രീതിയിൽ ജോലി ലഭിക്കാതെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇവ കിട്ടിയിട്ടുള്ള അധിക 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ പിഴച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ട് ഇനി വരുന്ന എക്സാമിനേഷൻസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതായത് നല്ലൊരു രീതിയിൽ പഠിച്ച് മുന്നേറാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ മാർക്കുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ PSC നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഒരു ഗുണം. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു ദോഷവശവും കൂടി. അതായത് ഈ പറയുന്ന രീതിയിൽ 36 വയസ്സ് വരെ ഈ പറയുന്ന രീതിയിൽ PSCക്ക് വേണ്ടി അഹോരാത്ര പണിയെടുത്ത് പഠിക്കുന്നു, എന്നിട്ടും ഈ പറയുന്ന ഒരു ലിസ്റ്റിലും പെടുന്നില്ല, ഒരു പരീക്ഷകളും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, കട്ട് ഓഫിന്റെ ഏഴെല്ലത്ത് പോലും എത്താൻ സാധിക്കുന്നില്ല, ഇതെന്നെ കൊണ്ട് പറ്റിയ പണിയല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഈ 36 വയസ്സ് കഴിഞ്ഞിട്ടും നിങ്ങൾ ഈ പറയുന്ന PSCക്ക് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ 4 വർഷം കളയുകയാണെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം, അല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം നമ്മൾ പ്രധാനമായിട്ടും കോമ്പീറ്റ് ചെയ്യേണ്ടത് പുതിയ പിള്ളേരുമായിട്ടാണ്, അല്ലെ? പുതുതായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഓരോ വർഷം കൂടുന്നതോറും ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷകൾ എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, അല്ലെ? ഇപ്പോഴത്തെ PSCയുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ പറയുന്ന രീതിയിൽ
16 ലക്ഷത്തോളം വരുന്നത്. ഓക്കെ, 16 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ പറയുന്ന 30-40 വയസ്സിനിടയിൽ എന്ത് ചെയ്യുന്നത് ഉള്ളതെന്നുള്ളതാണ്. ഏകദേശം 75 ലക്ഷത്തോളം ആളുകൾ PS രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 30, 36, 40 വർഷം അല്ലെങ്കിൽ പറഞ്ഞ 40 വയസ്സ് വരെ ഉള്ളവർ ഏകദേശം 16 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഉള്ളതെന്നുള്ളതാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ PSCയിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നുമല്ല, അതായത് 2020-21 കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പെർഫോമൻസ് അടിസ്ഥാനപ്പെടുത്തി PSC അവരിങ്ങനെ ഒരു ലിസ്റ്റ് ഇടാറുണ്ട്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 എന്നാണ് സംതിങ് എനിക്കൊന്ന് 1 കോടിയിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പൊതുവെ PSCക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഏകദേശം ആലോചിച്ച് നോക്കണം, 1 കോടി കൂടുതൽ ആളുകൾ ഈ പറയുന്ന രീതിയിൽ PSCക്ക് വേണ്ടി ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഇത്ര ആളുകൾ കാണുന്നത് പ്രധാനമായിട്ടും ഈ 20-21 കാലഘട്ടം. ഓക്കെ, അത് ഞാൻ ഏകദേശം ഒരു സമയം മാത്രമേ പറഞ്ഞത്. ഈ 24,728 പേർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ഈ പറയുന്ന ജോലികളിൽ എന്ത് ചെയ്യുന്നത് കയറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഒരു കണക്ക് വരുന്നത്. അതായത് ഈ പറഞ്ഞ മുഴുവൻ പോപ്പുലേഷനെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 2 അല്ലെങ്കിൽ 3% പേർക്ക് മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്, PSC എഴുതി ജോലി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് ഈ പറയുന്ന രീതിയിൽ 1-2 മാർക്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നൊക്കെ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ ഇത് ഉപകാരപ്രദമാകും. ഓക്കെ, ഈ പറയുന്ന പുതുതായിട്ടുള്ള ഒരു മാറ്റം, അതായത് 36-40 വയസ്സായിട്ട് കൂട്ടിയിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഉപകാരപ്രദമാകും. നിങ്ങളെ കൊണ്ട് അത് ഈ പറയുന്ന രീതി ക്രാക്ക് ചെയ്തെടുത്തുകൊണ്ട് ഒരു ജോലി നേടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് ഇത്രയും നാളായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നല്ലൊരു ഭാഗം തന്നെ ഈ പറഞ്ഞ മാറ്റി വെച്ചുകൊണ്ട് പഠിക്കുന്നവരാണെങ്കിൽ, ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, നിങ്ങളുടെ പഠനം ശരിയല്ല, അതല്ല ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്തെല്ലാം ശ്രമിച്ചിട്ട് നിങ്ങൾ പറയുന്ന പരീക്ഷകളിൽ ഒരു ഭാഗം പോലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ലെന്ന് കരുതുകയാണെങ്കിൽ നിങ്ങളുടെ മേഖല അതല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു മേഖലയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളുടെ മേഖലകൾ മറ്റു മേഖലകളായിരിക്കാം, അവിടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അത് എല്ലാവർക്കും തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, പറയുന്ന രീതിയിൽ എന്താണ്, നിങ്ങൾ ഈ പറയുന്ന കഴിയുന്നുണ്ട്, ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തേ പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷമാണെങ്കിൽ സമയം വേസ്റ്റ് ആക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റു വഴികളിലേക്ക് എന്ത് ചെയ്യുക, മാറുക എന്നുള്ളതാണ് ഓക്കെ പറയാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, വാക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഓക്കെ വാക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ കുറച്ച് സംശയങ്ങൾ പൊതുവെ നീണ്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് പറഞ്ഞാൽ സേനകൾക്ക് ഇത് ബാധകമാണോ എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നിൽക്കുന്ന സംശയം ഒന്നെന്ന് പറയുന്നത് സേനകൾക്ക്, പ്രധാനമായിട്ട് ഈ പറയുന്ന പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് പോലുള്ള സേനകൾക്ക് ഈ പറയുന്ന മാറ്റം ബാധകമാണോ. രണ്ടാമതായിട്ട് ഞാൻ അറിയേണ്ടത് ഈ പറയുന്ന ടീച്ചേഴ്സ് ഫീൽഡിൽ ഉള്ളവർക്ക്, ഈ പറയുന്ന ടീച്ചിങ് ഫീൽഡിലായിട്ട് ഇറങ്ങിയിട്ടുള്ളവർക്ക് ഇതെന്താണ് ഗുണകരമായി മാറും. അവർ ഈ പറയുന്ന 40 വയസ്സാണ് അവർക്ക്, പക്ഷേ ഇപ്പോൾ ഉള്ളത് അത് കൂട്ടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മൂന്നാമതായിട്ട് അങ്ങനെ കൂട്ടിയാൽ തന്നെ ഇവരുടെയൊക്കെ ഈ പറയുന്ന രീതിയിൽ പെൻഷൻ പ്രായം ഉയർത്തുമോ. ഇനിയുള്ള ഈ പറയുന്ന 3 ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതായിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇത് നിങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ 10, 28 വയസ്സിലും 30 വയസ്സിനും ഒക്കെ ഇടയിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പറയുന്ന പരീക്ഷകളെല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് പ്രധാനമായിട്ടും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ളൊരു തോന്നലും അതേപോലെ തന്നെ അതിനോട് ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ തീർച്ചയായിട്ടും പറ്റി ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന 36 വയസ്സ് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന രീതിയിൽ 1-2 മാർക്കിനോ അല്ലെങ്കിൽ പറയുന്ന കുറച്ച് റാങ്കിൽ വ്യത്യാസങ്ങൾ മാത്രം ഈ പറയുന്ന ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇവർ കൂടെ തന്നെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ഇനി വരുന്ന എക്സാമിനേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇതേ ഒരു എഫക്റ്റോട് കൂടി തന്നെ ഇതേ ഒരു പവറോട് കൂടി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. പിടി കിട്ടിയോ? ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇനിയും ഉത്തരം കിട്ടാത്ത 3ഓളം ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ ഇനി വരും ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ളത് LDC ആണ്, അല്ലെ? 2027 വരാൻ പോകുന്ന LDC ആണ് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ
ACDB അക്കാഡമിയിൽ നമ്മൾ മിഷൻ LDS 2027 എന്ന് പറഞ്ഞൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ പറഞ്ഞ രീതിയിൽ LDSക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ബാച്ചും കൂടിയാണ് നമ്മുടെ മിഷൻ LDS 2027 എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും ഡെയിലി മോക്ക് ടെസ്റ്റുകളും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടൊക്കെ നൽകി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ നമ്മുടെ കോഴ്സുകളിലേക്ക് മറ്റും ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം, ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ പറയുന്ന ഏജ് ലിമിറ്റ് ഉയർത്തിയ വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ ഓൾ.